ഒരു കാഷ്വൽ വണ്ടിപ്രാന്ത് ടോക്ക്. ബാബുരാജ്, ഫഹദ് ഫാസിൽ, ധ്യാൻ ശ്രീനിവാസൻ. ആ ടോക്ക് ഇങ്ങനെ: മലയാള സിനിമയിലെ ഏറ്റവും വലിയ വണ്ടിപ്രാന്തനാര്? ഈ ചോദ്യത്തിന് ഫഹദ് ഫാസിൽ നൽകിയ മറുപടി ഇങ്ങനെ: ഞാൻ വണ്ടികൾ എടുക്കുമ്പോൾ ദുൽഖറിനോട് ചോദിക്കാറുണ്ട്, ഈ കാർ എങ്ങനെയുണ്ട് എന്ന്. പിന്നെ പൃഥ്വിരാജിനോടും ചോദിക്കും. മിക്ക വണ്ടികളും നമ്മൾ മമ്മൂക്കയിൽ കണ്ടിട്ടാണല്ലോ എടുക്കുന്നത്. ഞാൻ പണ്ടൊക്കെ S5Q7 ഒക്കെ ആദ്യമായി കാണുന്നത് മമ്മൂക്ക എടുത്തപ്പോഴാണ്. മമ്മൂട്ടിയുടെ വണ്ടിപ്രാന്ത് പറഞ്ഞു തുടങ്ങിയപ്പോൾ ബാബുരാജിനും ഒരു പഴയ അനുഭവം ഓർമ്മ വന്നു. ഒരു ദിവസം രാവിലെ മമ്മൂക്കയുടെ ഒരു ഫോൺ കോൾ വന്നു. നമുക്ക് അബു സലീമിന്റെ മകളുടെ കല്യാണത്തിന് വയനാട്ടിലേക്ക് പോവണ്ടേ, വീട്ടിലേക്ക് വാ, ഒന്നിച്ചു പോകാം. മമ്മൂട്ടിയുടെ വീട്ടിലെത്തി. അങ്ങനെ ആ യാത്ര ആരംഭിച്ചു. ഡ്രൈവർ പിൻസീറ്റിലിരിക്കുന്നു, മമ്മൂട്ടി ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നു. താൻ മമ്മൂട്ടിയുടെ തൊട്ടടുത്ത് ഫ്രണ്ട് സീറ്റിലിരിക്കുന്നു. അവിടുന്ന് ഒരു വിടൽ. എൻ്റെ പൊന്നു ധ്യാനെ, ഫഹദേ, അത്രയും ബലം പിടിച്ചാണ് ആ സീറ്റിൽ ഞാൻ ഇരുന്നത്, പേടിച്ചിട്ട്. ബേക്കിലിരിക്കുന്ന ഡ്രൈവർ ചേട്ടനാണെങ്കിലോ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നു. ഭയങ്കരം സ്പീഡിൽ വെട്ടിച്ച് ഒരു വിടലായിരുന്നു മമ്മൂക്ക വിട്ടത്. അവസാനം വയനാട്ടിലെത്തി. തിരിച്ച് എന്തായാലും മമ്മൂട്ടിക്കൊപ്പം പോകുന്നില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. മമ്മൂക്ക, ഞാൻ വേറെ വണ്ടിയുണ്ട്, അതിൽ പൊയ്ക്കോളാം എന്ന് മമ്മൂക്കയോട് പറഞ്ഞു. പക്ഷേ അത് മമ്മൂക്ക സമ്മതിച്ചില്ല. വീണ്ടും അതേ കാറിൽ കയറി മമ്മൂട്ടിക്കൊപ്പം തിരിച്ച് വീട്ടിലേക്ക് ഒരു യാത്ര. അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. പക്ഷേ താൻ പേടിച്ച് ഒരു 5 കിലോ എങ്കിലും കുറഞ്ഞിട്ടുണ്ടാവും. ഒരു രക്ഷയുമില്ലാത്ത പോക്കാണ് മമ്മൂക്കയുടേത്. അന്ന് മമ്മൂട്ടിയുടെ ഡ്രൈവർ മെലിഞ്ഞൊരു ഡ്രൈവറാണ്. ഡ്രൈവറോട് താൻ യാത്ര കഴിഞ്ഞതിന് ശേഷം ഒരു കാര്യം പറഞ്ഞു: വെറുതെ അല്ല താങ്കൾ തടി വയ്ക്കാത്തത്, ഇതല്ലേ ഡെയിലി അനുഭവം. താരസംഘടനയായ അമ്മയുടെ ഇൻ്റർവ്യൂവിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.